ദക്ഷിണേന്ത്യ നാടാർ സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന അയ്യ വൈകുണ്ഠ ജയന്തിയുടെ ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന ഇരുചക്ര വാഹന റാലിയാണ് ഇന്ന് നെയ്യാറ്റിൻകരയുടെ സുന്ദരനാരായണ സ്ക്വയറിൽ നിന്ന് ആരംഭിക്കുന്നത്. യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി WR ഹീബ എത്തിയിട്ടുണ്ട്. വാഹനങ്ങൾ യഥാവിധി റെഡിയാക്കി വെച്ച് പുറപ്പെടാൻ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഉദ്ഘാടന കർമ്മം ഇരുചക്ര വാഹന റാലിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട നഗരസഭാ അധ്യക്ഷ ശ്രീമതി WR ഹീബയെ സെൻട്രൽ കമ്മിറ്റിയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സ്നേഹബഹുമാനമുള്ള ഈ സംഘടനയുടെ നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമുക്ക് ഏവർക്കും അറിയാം, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ശ്രീ വൈകുണ്ഠ സ്വാമികൾ. അദ്ദേഹത്തിൻ്റെ ചരിത്രം ഞാനൊന്ന് വായിച്ചു നോക്കി. ആ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യമായിട്ട് നമ്മുടെ സമൂഹത്തോട് ജാതി വ്യവസ്ഥയെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ള ആദ്യത്തെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിടലിൽ തന്നെ തുടങ്ങുകയാണ്. അച്ഛനും അമ്മയും ഇട്ട പേര് അത് ജാതി വ്യവസ്ഥയിൽ ഉയർന്ന ആളുകൾ അതിന് സമ്മതിക്കാതെ വരികയും അത് മറ്റൊരു പേരായിട്ട് ഇടേണ്ടി വരികയും ചെയ്തതിൽ അമർഷമുണ്ടായിക്കൊണ്ടാണ് അദ്ദേഹം ജാതി വ്യവസ്ഥയ്ക്കെതിരെ മുന്നോട്ട് വരുവാൻ കാരണമായത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, സമൂഹത്തിൽ എല്ലാ വിഭാഗം ജനതയെ, പിന്നോക്ക സമുദായത്തിലെ ജനതയെ പ്രത്യേകിച്ചും സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് അദ്ദേഹത്തിൻ്റെ ജീവിത ഉടനീളം നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒട്ടനവധി കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, ശ്രീനാരായണ ഗുരുദേവൻ 19-ാം നൂറ്റാണ്ടിലാണ് പറഞ്ഞത്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞെങ്കിൽ 18-ാം നൂറ്റാണ്ടിൽ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചത് ഒരു ജാതി മതം ഒന്നേ, കുലമൊന്നേ, അങ്ങനെ ആ തമിഴിൽ പറഞ്ഞ വാക്കുകൾ ഞാൻ വായിച്ച് മനസ്സിലാക്കി. അപ്പോൾ ആ ഒരു വലിയ ആശയം നമ്മുടെ സമൂഹത്തിൽ എത്തിക്കുവാനും നാനാജാതി മതസ്ഥർ വസിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിൽ, പ്രത്യേകിച്ചും തെക്കൻ കേരളം, തമിഴ്നാട്, കന്യാകുമാരി ജില്ലയിലൊക്കെ തന്നെ അത്തരത്തിലൊരു ഐഡിയയിലൂടെ സമൂഹത്തിലെ സാധാരണപ്പെട്ട ആളുകളും പിന്നോക്ക സമുദായക്കാരും ഒക്കെ തന്നെ ഒരുമയോടുകൂടി ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയ ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയത്. പണ്ട് ഓരോ ജാതി വിഭാഗത്തിനും പ്രത്യേകം പന്തലിലായിരുന്നു വിശിഷ്ട ദിവസങ്ങളിൽ ഭക്ഷണം നൽകിയിരുന്നുവെങ്കിൽ ഒരേ ഭക്ഷണം ഒരേ പന്തിയിൽ തന്നെ മുഴുവൻ ആളുകൾക്കും, അത് ജാതിയിൽ മുന്നോക്കം നിൽക്കുന്നവരും പിന്നോക്കം നിൽക്കുന്നവരും ഒക്കെ തന്നെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ സംവിധാനം ഒരുക്കിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിച്ചത്. അതുപോലെ തന്നെ കണ്ണാടി പ്രതിഷ്ഠ എന്ന് പറയുന്നത്, നിങ്ങൾ ദൈവത്തെ കാണുന്നത് പോലെ തന്നെ നിങ്ങളെ കണ്ട് നിങ്ങളുടെ വിഷയങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾ നല്ലവരായിട്ട് സമൂഹത്തിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തണമെന്ന് വലിയ ആഹ്വാനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഒട്ടനവധി സാമൂഹ്യ പരിഷ്കർത്താക്കളോടൊപ്പം നിന്നുകൊണ്ട്, അതില്ലെങ്കിൽ അതിൻ്റെ മുന്നോടിയായി ആദ്യമായി എത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുവാനും അവരെ സമൂഹത്തിൽ ജീവിക്കുവാൻ പ്രാപ്തരാക്കുകയും സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തിട്ടുള്ള നമ്മുടെ നവോത്ഥാന നായകൻ എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജയന്തി ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നന്മയാർന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഓർമ്മിക്കുവാനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും ജാതി വ്യവസ്ഥയ്ക്കും മതവ്യവസ്ഥയ്ക്കും ഒക്കെ തന്നെ അതീതമായിട്ട് നമുക്ക് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ കഴിഞ്ഞ് മുന്നോട്ട് നമുക്ക് നീങ്ങുവാനും ഒരു സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുവാനും ഏവർക്കും ഈ ജയന്തി ദിവസം കഴിയട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ സംസാരം അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ ബൈക്ക് യാത്ര ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.
വൈകിട്ട ഉദ്ഘാടനം ചെയ്ത ഇരുചക്ര വാഹന റാലിയെ ദക്ഷിണേന്ത്യ നാടാർ സംഘത്തിന്റെ ചെയർമാൻ ശ്രീ ജോയ് നാടാർ പുന്നക്കാട് നയിക്കുന്നു. ശ്രീ ജോയ് നാടാർ പുന്നക്കാട് നയിക്കുന്ന ഇരുചക്ര വാഹന റാലിയാണ് ഇതുവഴി കടന്നു വരുന്നത്. വൈകുണ്ഠ സ്വാമിയുടെ 217ാമത് ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ഇരുചക്ര വാഹന റാലിയാണ് ഇതുവഴി കടന്നു വരുന്നത്. മനുഷ്യരെല്ലാം തുല്യരാണെന്ന് പ്രഖ്യാപിച്ച് സമത്വ സമാജം നടപ്പിലാക്കിയ വൈകുണ്ഠം ഇന്ന് വൈകുന്നേരം 3:30 നാടാർ സംഘം വൈകുണ്ഠ ജയന്തി വൈകുണ്ഠരുടെ 217ാമത് ഉദ്ഘാടനം ചെയ്ത് ശ്രീ ജയനാട് പുന്നക്കാട് നയിക്കുന്ന ഇരുചക്ര വാഹന റാലിയാണ് ഇതുവഴി കടന്നുകൊണ്ടിരിക്കുന്നത്. ദക്ഷിണേന്ത്യ നടത്തുന്ന ഇരുചക്ര വാഹന റാലിയാണ് ഇതുവഴി കടന്നു വരുന്നത്. ഇന്ന് വൈകുന്നേരം 3:30 നെയ്യാറ്റിൻകര സുന്ദരൻ നാടാർ നെയ്യാറ്റിൻകര നഗരസഭ ശ്രീമതി ഉദ്ഘാടനം ചെയ്ത ദക്ഷിണേന്ത്യ നാടാർ സംഘം വൈകുണ്ഠ ജയന്തി വൈകുണ്ഠരുടെ 217ാമത് ജന്മ ജയന്തി പ്രമാണിച്ച് ദക്ഷിണേന്ത്യ നാടാർ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഇരുചക്ര വാഹന റാലിയാണ് ഇതുവഴി കടന്നു വരുന്നത്. ഇന്ന് വൈകുന്നേരം 3:30 നെയ്യാറ്റിൻകര സുന്ദരൻ നാടാർ ദക്ഷിണേന്ത്യ നാടാർ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന വൈകുണ്ഠ ജയന്തിയുടെ ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഇരുചക്ര വാഹന റാലിയാണ് ഇന്ന് അനന്തപുരിയിലെ വൈകുണ്ഠപതിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. 207ാമത് വൈകുണ്ഠരുടെ ജയന്തി ആഘോഷം നടക്കുമ്പോൾ അദ്ദേഹം ഈ ലോകത്തിന് നൽകിയ സംഭാവനകൾ, അതിൽ എല്ലാ ആശയങ്ങളും നമുക്ക് ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും നന്ദി ബുദ്ധിമുട്ടേണ്ടി വരുമെങ്കിലും കഴിയുന്നത്ര അത്തരം ആശയങ്ങൾ നമ്മൾ മുറുകെ പിടിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കുവാനും നമ്മൾ ശ്രമിക്കണമെന്നുള്ള എളിയ അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. കല്ലെ പിളർക്കുന്ന കാലത്ത് രാജാവിനെതിരെ സന്ധിച്ചാൽ ആ നിമിഷം തന്നെ ഉടലിൽ നിന്ന് തലയെത്തി വീഴുന്ന കാലത്ത്
ഊഴിയം വേല നിർത്തലാക്കണമെന്നും അടിപ്പപ്പണി നിർത്തലാക്കണമെന്നും ജോലി ചെയ്താൽ കൂലി വാങ്ങണമെന്നും യജമാനൻ ഭൃത്യൻ എന്നുള്ള വ്യത്യാസം മറന്ന് മനുഷ്യനായ നാമെല്ലാം ഒന്നാണെന്നുള്ള സങ്കല്പം അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് രാജാക്കന്മാരെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് അയ്യാ വൈകുണ്ഠർ വിളംബരം ചെയ്തത്. ഇന്ന് ആ അയ്യാ വൈകുണ്ഠരെ സ്വാമികളാക്കി മാറ്റുവാൻ ഇന്ന് സംഘപരിവാറിന്റെ അധിനിവേശക്കാർ മത്സരിച്ച് പായുന്ന സമയത്ത് അയ്യാ വൈകുണ്ഠർ ഒരിക്കലും ഒരു സ്വാമി വര്യനൊന്നും ആയിരുന്നില്ല എന്ന സത്യം വിളിച്ചു പറയാൻ ദക്ഷിണേന്ത്യ നാടാർ സംഘത്തിന് യാതൊരു മടിയുമില്ല. സ്വാമികൾ എന്നതിൻ്റെയൊക്കെ അർത്ഥം വളരെ ഭയങ്കരമാണ്. ബ്രാഹ്മണ മതം കൊണ്ടുവന്ന സ്വാമികളുടെ അർത്ഥം, സ്വാമികൾ എന്ന സങ്കല്പം അയ്യാ വഴിയുടെ മേൽ ചാർത്തുന്നത് ഒരു സവർണ മേധാവിത്വത്തിന്റെ ഒരു കടന്നുകയറ്റമായി ആണെന്നുള്ളത് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് ഉച്ചനീചത്വങ്ങൾ കൊടുമ്പൊഴിക്കൊണ്ടിരുന്ന കാലത്തു നിന്ന് നമുക്ക് നമ്മുടെ പിന്നോക്ക ജനതയ്ക്ക് മോചനത്തിനായി അയ്യാ വൈകുണ്ഠർ പ്രയത്നിച്ചപ്പോൾ നാടാർ കുലത്തിൽ പിറന്ന മുടിചൂടാം പെരുമാളെന്ന നാമധേയത്തിൽ വളർന്നു വന്ന അയ്യാ വൈകുണ്ഠർ ആ പേര് പോലും സവർണ മേധാവിത്വത്തിന്റെ ആധിപത്യം കൊണ്ട് മാറ്റി പറയേണ്ടി വന്നു. മുത്തുക്കുട്ടി എന്ന പേരാക്കേണ്ടി വന്നു. പിൽക്കാലത്ത് ദിവ്യത്വം നേടിയെടുത്ത അയ്യാ വൈകുണ്ഠർ നാമെല്ലാം മനുഷ്യരാണെന്നും ദൈവത്തിന്റെ മുന്നിൽ സമന്മാരാണെന്നുള്ള ആശയം സമൂഹത്തിന് പങ്കുവയ്ക്കാൻ ഇറങ്ങി തിരിച്ചപ്പോൾ തീക്ഷ്ണമായ പ്രതികാര നടപടികൾ ഏൽക്കേണ്ടി വന്നു. കുതിരക്കാലിൽ കെട്ടിവലിച്ച് അദ്ദേഹത്തിന്റെ രാജഭടന്മാർ ശിങ്കാരത്തോപ്പിലെ ജയിലിലടയ്ക്കുമ്പോൾ അന്ന് അദ്ദേഹം മറുപടി ചെയ്തു, എന്നെ വലിച്ചിഴച്ച വഴിയെല്ലാം കരണ്ടിയാൽ തേക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിൽക്കാലത്ത് അത് തന്നെ സംഭവിച്ചു. 100 വർഷങ്ങൾക്കിപ്പുറം അതേ റോഡ് കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് CP രാമസ്വാമി അയ്യരുടെ കാലത്ത് നമ്മള് ആ ചരിത്രം പഠിച്ചാൽ മനസ്സിലാക്കും. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം യഥാവിധി നടപ്പാക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ദിവ്യത്വത്തെക്കാൾ ഉയർത്തിപ്പിടിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം ഈ സമൂഹത്തിന് പകർന്നു തന്ന ആശയങ്ങളിലെ പ്രമുഖതയാണ്. മനുഷ്യരായ നാം എല്ലാം ഒന്നാകണം, താഴെ കിടപ്പവരെ തൽക്കാൽപ്പതയെ ധർമ്മം എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. അവശത അനുഭവിക്കുന്ന നമ്മുടെ ചുറ്റുമുള്ള കഷ്ടപ്പെടുന്ന താഴെ കിടക്കുന്നവരെ കൈ കൊടുക്കുന്നതാണ് ധർമ്മം. അല്ലാതെ മുട്ടിലഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ ഛായാപ്രദർശനം നടത്തി ദൈവത്തെ സ്തുതിക്കുന്നത് കൊണ്ടോ അല്ല. നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവാംശമുണ്ട്. ആ ദൈവത്തെ നമ്മളെ തിരിച്ചറിഞ്ഞ് പരിപോഷിപ്പിക്കണം. അടുത്ത സഹോദരന് നന്മ ചെയ്യുന്നതിലൂടെയാണ് നാം അവരെ സ്നേഹിക്കുകയും ഒപ്പം നമ്മൾ വളരുകയും അവരും വളരുകയും ചെയ്യുന്നുള്ള ആശയം അദ്ദേഹം പങ്കുവച്ചു. അദ്ദേഹത്തിന്റെ ആശയം അനുവർത്തിക്കുവാനും അദ്ദേഹത്തിന്റെ ആശയം നടപ്പിലാക്കുവാനുള്ള എളിയ അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങളോടുള്ളത്. ബഹുജനത നാം അടിസ്ഥാന വർഗം ഒന്നാകണമെന്നുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. ആ തിരിച്ചറിവിന്റെ ആശയമാണ് കൂടെയാണ് അയ്യാ വൈകുണ്ഠർ പണ്ടേ പകർന്നു തന്നത്. അത് നമ്മൾ തിരിച്ചറിയുന്നുള്ള അഭ്യർത്ഥനയോടുകൂടി നമ്മളിവിടെ എത്തിച്ചേർന്ന പ്രിയ സഹോദരങ്ങൾക്ക് ഈ തിരക്ക് പിടിച്ച ജീവിത തിരക്കിനിടയിൽ എല്ലാ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ചുകൊണ്ട് പിന്നോക്ക ജനതയെ ഒരുമിപ്പിക്കുവാനും അയ്യാ വൈകുണ്ഠരുടെ സന്ദേശം മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും ഇന്നത്തെ ദിവസം ചെലവഴിച്ചുകൊണ്ട് ധീരമായി മുന്നോട്ട് വന്ന മുഴുവൻ നമ്മുടെ സഹോദരങ്ങൾക്കും ദക്ഷിണേന്ത്യ നാടാർ സംഘത്തിന്റെ പേരുള്ള മുഴുവൻ നന്ദിയും ഭാവങ്ങളും അറിയിച്ചുകൊണ്ട് നടത്തുന്നു. ജയ് ഭാരത്.